വയനാട് വൈൽഡ് ലൈഫ് ഇങ്ങനെ കൊണ്ടുപോല ഇങ്ങനെ ഈ റോഡ് കൂടെ ഉള്ളിൽ പോലെ ഉള്ളിൽ കറങ്ങിയിട്ട് തിരിച്ച് റിട്ടേൺ വരാം. രാവിലത്തെ 6 മണിക്ക് പോയതോ നമ്മളവിടെ അത് കണ്ടില്ല, ചെക്ക് പോസ്റ്റ് ഇല്ല, അതിൻ്റെ ഉള്ളിൽ അതുപോലത്തെ നല്ല സാധനം കിട്ടിയിട്ടുണ്ടാവും ഈ രാവിലെ പോണേ. മരത്തിന് പോലെ ഒന്നും കാണാൻ ചെയ്യും. പൊൻകുഴി ക്ഷേത്രം പുറത്ത് ക്ഷേത്രം. ക്ഷേത്രങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ. ക്യാമറ ഫോട്ടോ എടുത്ത് ഇൻഡിക്കേറ്ററൊന്നുമില്ലേ? അത് ആനൊക്കെ കണ്ടാലേ എങ്ങനെയാ പൂക്കോയാലോ കഴിക്കുന്നത്. അതാ സഫാരി കൊണ്ടിരുന്നപ്പോ ഏറ്റവും വലിയ പോകും. യൂക്കാളിപ്റ്റസ് ഉണ്ടല്ലോ ഇവിടെ. ശുദ്ധമായി ശ്വസിക്കും. റോഡ് മറ്റേ റോഡാ നിങ്ങൾ തിരിച്ചു വരുമ്പോഴേ അത് ചെക്ക് ചെയ്യാക്കി എത്താൻ പോയിട്ടിരിക്കണോ രസല്ലേ മൊത്തത്തിലൊക്കെ. ഓൻ ചില പരാജയം വരുന്നോക്കെ കുട്ടികൾ ഇതൊക്കെ ഡേഞ്ചറസ് ആണ്. ഡേഞ്ചറസ് ആണ്. മരക്കൊമ്പൊരു കാറ്റൊക്കെ നിൽക്കണെങ്കിലേ വേണ്ട, പെട്ടെന്ന് എന്തെങ്കിലും സാധനം മുന്നിൽ കടി ഒറ്റ ചവിട്ടൽ ചവിട്ടി. അങ്ങനെ ഒരു ഓപ്ഷൻ അതിനില്ലാന്ന്. അതായത് നമ്മൾ ഇതിന്റെ ജസ്റ്റ് എയറൊക്കെ എൻഡിഗേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു മെത്തേഡ് മാത്രം. വല്ല എക്സസൈസ് പൊക്കിയാ ഇതില് സാധനം കൊണ്ടുവരുമോ? ഫുൾ ചെക്കിങ്ങുള്ള എക്സസൈസ്. ഇവിടെ നമ്മളെ വില കൂടിയിട്ടേ അവിടെ നിന്ന് ഇങ്ങോട്ട് സാധനം കടത്തുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്യണില്ല. കാരണം എന്താ, അങ്ങക്ക് സംഭവം കൊണ്ടുപോകില്ലല്ലോ. കേരളം റോഡ് വണ്ടി കൊണ്ടൊക്കെ കേരളത്തിൽ തന്നെ എത്തിയ റോഡും കയ്യാണ്ട് വരുമാനമില്ല. റോഡ് പൊളിഞ്ഞു എടുക്കാൻ നല്ലോണം കയ്യായിട്ട് ഈ റോഡാണല്ലോ വരുമാനം. എന്താ ഉണ്ടാക്കണം. പ്രസിഡന്റ് പറഞ്ഞു ബിവറേജിൽ എത്ര 300-600 വാങ്ങിച്ച് ലാസ്റ്റ് അത് അവിടെ വിളിച്ചാലും അതിന് വരണ്ട. പിന്നെ മിക്സർ ഒരു പ്ലാസ്റ്റിക് കവറിലേക്കാരം. ഒരു പാക്കറ്റ് മിക്സർ പ്ലാസ്റ്റിക് കവറിലുള്ള മിക്സറും പ്ലാസ്റ്റിക് കവറിലുള്ള വായ്പക്ക് പ്ലാസ്റ്റിക് ഇതൊക്കെ പാടിട്ടിട്ട് വേറൊരു പ്ലാസ്റ്റിക് കവറിലിട്ട് അതിന് ഫൈന്. അത് മിഠായി തെരുവിലും പെരുന്നാൾ കച്ചവടത്തിൻ്റെ അന്ന് പാൻ്റൊക്കെ ഒരു പോളിത്തീൻ കവറിലല്ലേ വരിക. ഒരു ഹെൽത്ത് കെയർ കയറിയിട്ട് അതിന് ഫൈൻ ഇടുക. അവരൊക്കെ പാടെ പറയട്ടെ, ഇത് ഞങ്ങൾക്ക് ഇട്ട് വരുന്നില്ല, നിങ്ങൾ ഇതിന്റെ ഫാക്ടറിയിൽ പോയിട്ട് പിടിച്ചോളയും പോലെ പിടിച്ചോളയും.